ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിൻഡോ. ഞാൻ ഇവിടെ ഫിൻലാൻഡിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് താമസിക്കുന്നു. ഞാനിവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ 9 വർഷമായിട്ട്. അത്ര എളുപ്പമല്ല, എന്നാൽ ഇത് അസാധ്യമല്ല. ഇവിടെ വേക്കൻസി ഒത്തിരി ഉണ്ട്, ഇനിയും വരും. ജീവിത ചെലവ് വളരെ കൂടിയ ഒരു രാജ്യമാണ്. ഇവരുടെ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആയിരിക്കും. നോർഡിക് മലയാളിയിലേക്ക് സ്വാഗതം. ഫിൻലാൻഡിൽ നഴ്സിംഗ് മേഖലയിൽ ആളുകളെ കൂടുതൽ വേണം, അല്ലെങ്കിൽ ജോലിക്കാരെ കൂടുതൽ വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂസിലുള്ള ഒരു പ്രധാന ഐറ്റം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലിൻഡോ വർഗീസാണ്. ലിൻഡോ വാന്ത ഹോസ്പിറ്റലിൽ, സിറ്റി ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലിൻഡോനോട് ചോദിച്ചറിയാം. അപ്പോൾ പുതിയതായിട്ട് ഇവിടെ ജോലി കിട്ടിയിട്ട് വരുന്ന ആൾക്ക് എന്താണ് ചിലവ്, അല്ലെങ്കിൽ അങ്ങേർക്ക് ഫാമിലിയെ കൊണ്ടുവരാം, അവർക്ക് ഫാമിലിയെ കൂടെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ വാർത്തയിൽ ഹൈലൈറ്റായി ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഇവിടെ ജീവിത ചെലവ് വളരെ കൂടിയ ഒരു രാജ്യമാണ്. പിന്നെ ഈ നേഴ്സിൻ്റെ ശമ്പളം വെച്ചിട്ട് നമുക്ക് നാട്ടിലേതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സുഖമായിട്ട് ജീവിച്ചു പോകാം. പിന്നെ നമ്മൾ അത് ഒരാളാണെങ്കിൽ കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്കിവിടെ ജീവിക്കാം. പിന്നെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിത നിലവാരം എല്ലാം വ്യത്യാസമുണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം ഉപയോഗിച്ചിട്ട് പക്ഷെ നമുക്ക് സമ്പാദ്യമായിട്ട് നീക്കി വെക്കാനായിട്ട് കാര്യമായിട്ടൊന്നും കിട്ടില്ല. പിന്നെ ഒരാളല്ല, ഇനിയിപ്പോൾ ഫാമിലിയായിട്ട് ഒന്നിച്ച് ഇവിടേക്ക് വരാൻ പറ്റില്ല, അത് വേറെ കാര്യം. കാരണം നഴ്സായിട്ട് വരുന്ന ഒരാൾക്ക് വന്ന് അതിനുശേഷം ജോലി ചെയ്ത് പണ്ട് വളരെ കുറച്ച് പൈസ കാണിച്ചാൽ മതിയായിരുന്നു, ഇത് നമുക്ക് വരുമാനം മതിയായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയെ അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ. ഇപ്പം അവർ ആ പൈസയുടെ നമ്മുടെ ഇവിടുത്തെ ജീവിത ചെലവ് കൂടി വന്നതുകൊണ്ട് അവർ ആ എമൗണ്ടിൽ കുറച്ച് കൂടുതൽ വരുത്തിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ പൈസ കൂട്ടിയവർ. അപ്പോൾ ഇപ്പോൾ ഒരു നഴ്സ് ഇവിടെ വർക്ക് ചെയ്താൽ കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് നമ്മളിവിടെ വാടക കൊടുക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ചിലവ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അത്യാവശ്യം ചിലവുകൾ, പിന്നെ ടാക്സ്. ഇവിടെ ടാക്സിൻ്റെ കാര്യം ഫിൻലാൻഡിൽ നാട്ടിലെ പോലെയല്ല. ഇവിടെ നമ്മൾ ജോലി ചെയ്യണ നമുക്ക് ലഭിക്കുന്ന പൈസയുടെ അനുസരിച്ചാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടിയാൽ കൂടുതൽ ടാക്സ് പോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ വെച്ചിട്ട് അത്യാവശ്യം തരക്കേടിലാണ് നമുക്കിവിടെ ജീവിച്ചു പോകാം. അപ്പോൾ ഈ കുട്ടികളും ഹസ്ബൻഡും ഇതെല്ലാം ആയിട്ട് വരുമ്പോൾ പിന്നെ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും വൈഫും നഴ്സസാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നഴ്സസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ അനുഭവം വെച്ചിട്ട് ഒരാൾ വന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം കൊണ്ടുവരണം, അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പ്രശ്നം, ഈ ഹസ്ബൻഡ് നഴ്സിംഗ് ഫീൽഡിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാനായിട്ടുള്ള എളുപ്പമുണ്ട്. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം IT ഫീൽഡും കുഴപ്പമില്ല, കാരണം ജോലി സാധ്യതയുണ്ട്, ലാംഗ്വേജിൻ്റെ ആവശ്യവും വരുന്നില്ല. വേറെ ഏത് ജോലിയാണെങ്കിലും ഇവിടെ ഈ ഭാഷയില്ലാണ്ട് പറ്റില്ല. പിന്നെയുള്ള ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ക്ലീനേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ജോലികൾ. അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് ഉള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വന്ന് ഇവിടെ ഉടനെ തന്നെ ഈ കൊണ്ടുവരാന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഈ റിക്രൂട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏജൻസികളോ അവർക്ക് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇനിയിപ്പോൾ ഇവിടെ വന്ന ആളുകൾ അവരത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുള്ളൂ. കാരണം ഇപ്പോൾ ഈ ആളുകളെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ തന്നെയും ഇവിടെ നമ്മുടെ ഹെൽസിങ്കിയിലോ അല്ലെങ്കിൽ സിറ്റി ഏരിയയിലോ അല്ല, കുറച്ച് ഉള്ളേരിയയിലാണ്. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഈ രാജ്യത്ത് പോപ്പുലേഷൻ വളരെ കുറവാണ്. അത് മാത്രമല്ല, ഈ പോപ്പുലേഷനിൽ ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷനിൽ ഭൂരിഭാഗവും ഈ ഹെൽസിങ്കി ഏരിയയിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തത്.
അപ്പോൾ ഉള്ളേരിയയിൽ ആളുകളുടെ എണ്ണവും കുറവാണ്, അതിനനുസരിച്ച് ഫെസിലിറ്റികളും അവർ കുറവാണ് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ സ്വാഭാവികമായും ജോലി സാധ്യതകൾ കുറവാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെ ഈ കൂടെ ഫാമിലി മെമ്പേഴ്സ് സ്പൗസ് മാത്രമേ ഉള്ളൂ. ഫിനിഷ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസ്, ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, ഇതുള്ളൂ. എക്സ്റ്റൻഡ് ഫാമിലി ഇല്ല. ബാക്കിയുള്ള ഇപ്പൊ ആളുകൾ വിചാരിക്കും ഇനിയിപ്പോ ഇവര് വന്നു കഴിയുമ്പോ ഇനി ഇവരുടെ സഹോദരനെ കൊണ്ടുവരാം. അപ്പൊ അത് അവരുടെ ഫാമിലി മെമ്പറായിട്ട് ഇവര് കണക്കാക്കുന്നില്ല. അപ്പൊ മറ്റുള്ള രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഫാമിലി മൊത്തം കൊണ്ടുപോകാന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഇനിയിപ്പോ അച്ഛനമ്മേനെ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ ഈ കേൾക്കുന്ന ന്യൂസിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ആളുകളുടെ ധാരണ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സെറ്റിലായി ഇവിടെ. പക്ഷെ ഇപ്പോൾ സ്പൗസിനെയും കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് ഇവരുടെ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആയിരിക്കും. ഇവരുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടി ഇവർക്കൊരു ജോലി പെർമനന്റ് ആയിട്ട് എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പതിയെ അത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാനോ കുട്ടികളെ. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ഇതാണ് ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ UK ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് UK ഇപ്പോൾ ആളുകൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു നഴ്സിന് ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയി ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനപേക്ഷിച്ച് ഇവിടുത്തെ വ്യത്യാസം ഇതാണ്, അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ വരുന്നവർക്ക് അതാണ് മെയിനായിട്ടുള്ള ചലഞ്ച്. ഭാഷ, പിന്നെ പുതിയൊരു രാജ്യം, പിന്നെ ഇവിടെ സന്തോഷ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് 3-4 വർഷങ്ങളായിട്ട്. പക്ഷെ ഈ വരുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ ഇവിടുത്തെ സന്തോഷത്തിന്റെ ശരിയായിട്ടുള്ള കാര്യം. സന്തോഷ സൂചിക എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ ചിരിക്കുന്നതും അല്ലെങ്കിൽ പുറത്തിറങ്ങി സന്തോഷിച്ചടക്കുന്ന അതല്ല. ഇവരുടെ സന്തോഷ സൂചിക അളക്കുന്ന മാനദണ്ഡം വേറെയാണ്. അപ്പൊ ആളുകളുടെ ധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നഴ്സിംഗ് ഫീൽഡിൽ ഇപ്പോൾ ഞാൻ ഇത്ര വർഷം വർക്ക് ചെയ്തതും ഇത്ര പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തതും ഇവിടെ ജീവിച്ചതിൻ്റെ അനുഭവത്തിൽ അത്ര എളുപ്പമല്ല. എന്നാൽ ഇത് അസാധ്യമല്ല. ഇവിടെ വേക്കൻസി ഒത്തിരി ഉണ്ട്, ഇനിയും വരും. റീസെൻ്റ്ലി ഇപ്പോൾ ഈ ക്യാപിറ്റൽ റീജിയനിൽ നഴ്സസ് സ്ട്രൈക്കിന് പോയിരുന്നല്ലോ. അപ്പോൾ അതെന്താണ്, വർക്കിംഗ് പ്ലേസിലെ ബുദ്ധിമുട്ടാണോ അതോ ഡിസ്ക്രിമിനേഷൻ ആണോ, എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ സമരം ഒരു 2 ആഴ്ചയോളത്തോളം നഴ്സസ് സമരത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇവരുടെ ശമ്പളം തന്നെയാണ്. ശമ്പള വർധനവ്. ഫിൻലാൻഡിൽ ശമ്പളം അധികം നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഓരോ വർഷം ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശമ്പളം നമുക്കിപ്പോൾ കിട്ടുന്നത് വർഷങ്ങളോളം ഏകദേശം ഒരേ ശമ്പളം തന്നെയായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടാത്തത് കൊണ്ട് ആളുകൾ ഇപ്പം നഴ്സുമാരുടെ ജോലി ഭാരം കൂടിയിട്ടുണ്ട് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഈ പേഷ്യൻറ്റും നഴ്സും അനുപാതം ഉണ്ടല്ലോ, ഒരാൾ ഇത്ര പേഷ്യൻറ്റിനെ കെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കുറവായിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ നഴ്സുമാരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്യേണ്ട പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോലി ഭാരം അതിനനുസരിച്ച് നമ്മൾ കൂടി, പിന്നെ റെസ്പോൺസിബിലിറ്റി ഒബ്വിയസ്ലി അതും കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ശമ്പളം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഈ വർഷം ആദ്യം സമരത്തിലായിരുന്നു, 2 ആഴ്ചയോളം സമരം. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവർ തമ്മിൽ ധാരണയിലായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 13%, 14% നമ്മുടെ ബേസിക് സാലറിയുടെ അവർ ഇൻക്രീസ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒന്നിച്ചല്ല ഇത് കിട്ടുന്നത്. ഇത് 5 വർഷത്തെ ഒരു പാക്കേജ് പോലെയാണ്. ഇപ്പം ഈ വർഷം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5%, പിന്നെ അടുത്ത വർഷം ചിലപ്പോൾ ഒരു 1.5%, പിന്നെ 1%, അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ്. അപ്പം നമ്മുടെ സാലറിയിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. അപ്പം സമരത്തിൻ്റെ അത് ഇപ്പോഴും ആളുകൾ അത്ര തൃപ്തരല്ല ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഓഫർ വെച്ചിട്ട്. അപ്പോൾ അത് ഇപ്പോഴും ഒത്തിരി ആളുകൾ ഈ നഴ്സുമാരുടെ വേക്കൻസി ഇവിടെ വരുന്നതിൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ നഴ്സുമാരുടെ ജോലി പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇതിലും ശമ്പളം കൂടിയ വളരെ പ്രൊഫഷണലുകൾ ഇവിടെ ഉണ്ട്. 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ശമ്പളം അവർക്ക് കിട്ടും.
പിന്നെ ഈ ആളുകളുടെ ലൈഫ് വെച്ചിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഈ ചെറുപ്പക്കാരായ ആളുകൾ ഇപ്പൊ ഈ പ്രൊഫഷൻ വിട്ടിട്ട് വേറെ ജോലികളിലേക്ക് തിരിയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഈ നഴ്സിംഗ് വേക്കൻസി വരുന്നതും ഇങ്ങനെ കൂടുതലായിട്ടുള്ള ആവശ്യം വരുന്നതിന്റെ കാരണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി സ്ഥലത്തുള്ള ഡിസ്ക്രിമിനേഷൻ, അത് വലിയ തോതിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അത്ര പുറത്തേക്ക് ഇതായിട്ട് ന്യൂസായിട്ട് വരുന്നില്ല. പക്ഷെ എന്നാലും ഇവിടെ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഡെയിലി വർക്കിംഗ് ലൈഫിൽ നമുക്ക് കാണാം. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ തുടക്ക കാലങ്ങളിൽ നമുക്ക് ഭാഷ അറിയാതിരുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ ഞാനും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തുകാർ വെളുത്ത വർഗ്ഗക്കാർ, കറുത്ത വർഗ്ഗക്കാർ, ഇപ്പൊ നമ്മളിപ്പോ കറുത്ത വർഗ്ഗക്കാരല്ലെങ്കിലും ഏകദേശം അതിനോട് സാമ്യമുള്ളതാണല്ലോ. അപ്പോൾ ആ തൊലിയോടുള്ള ഇതും ഇവിടെ ഉണ്ട്. അത് മറ്റുള്ള ചില രാജ്യങ്ങളിലെ പോലെ ഇവര് അഡ്മിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇത് വരാത്ത രീതിയിൽ. പക്ഷെ ഇവരുടെ ഉള്ളില് ഇത് ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊമോഷനൊക്കെ കിട്ടുന്ന സമയത്ത് അത് വരും. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പ്രൊമോഷനും കാര്യങ്ങളും ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്കാണ് അത് കിട്ടുള്ളൂ. അത് കഴിവുകൊണ്ട് തന്നെയാണ് കിട്ടണേ, അത് വേറെ ഒന്നുമില്ല. അതില് ഡിസ്ക്രിമിനേഷന്റെ അല്ല. ഇവിടെ മെയിനായിട്ട് ഇവിടത്തുകാർക്ക് ആണ് ചില പൊസിഷനുകൾ അവർക്ക് ആ ഒരു രീതി ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഈ ജോലിയിലുള്ള ഡിസ്ക്രിമിനേഷൻ. ഇത് അവരുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ചില ഹയർ പൊസിഷനുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് റിസർവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ആരും വരാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും മെയിനായിട്ട്. പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒത്തിരി ആളുകൾ, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളുകളായാലും ഒത്തിരി ആളുകൾ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി വരുന്നുണ്ട്. പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വല്ലതും? പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. പക്ഷെ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മള് നാട്ടിലായാലും നോക്കണ്ടായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ, ഡൽഹി, ഫരീദാബാദ് ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ സൗത്തിൽ നിന്ന് നോർത്തിൽ പോയാലും നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് ഡൽഹിയിലും ഫരീദാബാദിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോടുള്ള സമീപനം അല്പം മോശമായിരുന്നു. പക്ഷെ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ സമീപനത്തിലൊരു മാറ്റമുണ്ട്. നമുക്ക് ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ സമീപനം വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ച് ഇത്രയധികം ഇൻഫർമേഷൻ നമുക്ക് തന്നതിന് ലിൻഡോന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ ജോയിനിങ്. നന്ദി, എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിന്. താങ്ക് യു.